ഓക്കെ ഫ്രണ്ട്സ്, വെൽക്കം ടു ബാങ്കേഴ്സ് മലയാളം. അപ്പോൾ RBI അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ ബാങ്ക് എക്സാം ആണ് നമുക്ക് വരാൻ. അപ്പൊ നമുക്ക് അതിനുവേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. അതായത് RBI അസിസ്റ്റന്റ് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2023 കഴിഞ്ഞ പ്രാവശ്യം RBI അസിസ്റ്റന്റ് എക്സാം നടന്നത്. അപ്പൊ 2027 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് മുതലാണ് പറഞ്ഞു തുടങ്ങുന്നത്. ശ്രദ്ധിക്കുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് പോലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതി. അപ്പോൾ x² + 12x + 35 = 0. പിന്നെ വേറെ ഇക്വേഷൻ ഉണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ എക്സിന് രണ്ട് വാല്യൂസ് ഇല്ല. അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് വാല്യൂസ് എക്സിന് വേണ്ടി. അപ്പൊ ആ രണ്ട് വാല്യൂസും കണ്ടുപിടിക്കുന്നു, വൈക്ക് കിട്ടുന്ന രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ആൻസറിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എളുപ്പവഴി എന്ന് പറയുന്നത്, ഇവിടുത്തെ 35 എന്ന് പറയുന്ന സംഖ്യ എടുക്കുക. ഈ 35നെ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ രണ്ട് നമ്പേഴ്സ്, ഇപ്പൊ ഞാൻ 35നെ എനിക്ക് പല രീതിയിൽ ഫാക്ടറൈസ് ചെയ്യും. 35 ഗുണം 1 എന്ന് എഴുതിയാൽ 35 കിട്ടും. 7 ഗുണം 5 എന്ന് എഴുതിയാൽ 35 കിട്ടും. ഇതിൽ ഏത് പേരായിരിക്കും നമ്മൾ എടുക്കുന്നത്? 7 ഗുണം 5 എന്നുള്ളതായിരിക്കും. എന്തുകൊണ്ടാണ്? 7ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 35 കിട്ടും. ആ 7ഉം 5ഉം കൂടെ കൂട്ടിയാൽ ഇവിടുത്തെ നമ്പറായ 12 കിട്ടും. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ പ്ലസ് സിമ്പൽ ആകുമ്പോഴാണ് നമ്മൾ കൂട്ടുന്നത്. ഇവിടെ മൈനസ് സിമ്പൽ ആയിരുന്നെങ്കിൽ ഈ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ വരണം ഈ നമ്പർ. അങ്ങനെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ശ്രദ്ധിക്കാം. അപ്പൊ 7ഉം 5ഉം 7ഉം 5ഉം കൂടെ ഗുണിച്ചാൽ 35 വരും. 7ൽ നിന്ന് 5 കൂട്ടിയാൽ 12. ഓക്കെ ആണല്ലോ. ഇനി സിമ്പൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇത് കറക്റ്റ് ആൻസർ ഇതല്ല. അതായത് ഇനി സിമ്പലൂടെ ആഡ് ചെയ്യണം. സിമ്പൽ കൊടുക്കുമ്പോൾ എപ്പോഴും ആദ്യം ഈ സിമ്പൽ ശ്രദ്ധിക്കുക. ഈ സിമ്പൽ എന്താ? പ്ലസ്. അതിന്റെ ഓപ്പോസിറ്റ് അതായത് മൈനസ് ആയിരിക്കും ഈ വലിയ സംഖ്യയുടെ ചിഹ്നം. ഓക്കെ, ഇനി ഈ രണ്ട് സിമ്പലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസും പ്ലസും മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് തന്നെ. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ്. അതായിരിക്കും രണ്ടാമത്തെ സംഖ്യ. ഓക്കെ ആണല്ലോ. അടുത്തത് y² + 9y + 20 = 0. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് 20യെ ഫാക്ടറൈസ് ചെയ്യണം. 20യെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് 20 × 1 എന്ന് എഴുതിയാൽ 20 ആണ്. 10 × 2 എന്ന് എഴുതിയാൽ 20 ആണ്. 5 × 4 എന്ന് എഴുതിയാൽ 20 ആണ്. ഇതിൽ ഏതായിരിക്കും നമ്മൾ എടുക്കുന്നത്? 5 × 4 ആയിരിക്കും. എന്താ കാര്യം? ആ 5ഉം 4ഉം കൂടെ കൂട്ടുമ്പോഴല്ലേ 9 കിട്ടുന്നത്. അതുകൊണ്ട് 5ഉം 4ഉം ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സൈൻ കൊടുക്കാം. പ്ലസ് പ്ലസ് ആണെങ്കിൽ മൈനസ് മൈനസ് വരുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതല്ല, നിങ്ങൾക്ക് എങ്ങനെ അത് പ്ലസ്, ആദ്യത്തെ ഈ സിമ്പലിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അതായത് പ്ലസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ആയ പ്ലസ് തന്നെ, അതിന്റെ ഓപ്പോസിറ്റ് മൈനസ്. ഇതായിരിക്കും സെക്കൻഡ് നമ്പർ. ഓക്കെ, ഈ പ്ലസ് സിമ്പലുകൾ എങ്ങനെ ഇടുന്നതെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ഓർത്ത് വെച്ചിരിക്കുക സിമ്പൽ എങ്ങനെയാണ് ഇടുന്നതിനുള്ള എളുപ്പമായിരിക്കുന്നത്. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. -7നെ -5ഉം -4ഉം ആയിട്ട് കമ്പയർ ചെയ്താൽ ഏതാ വലുത്? എപ്പോഴും -5ഉം -4ഉം ആയിരിക്കും വലുത്. അതറിയാമല്ലോ. കാര്യം എന്താ? നമുക്കിപ്പം 7ഉം 5ഉം ആണ് കമ്പയർ ചെയ്യുന്നത്, 7 ആയിരിക്കും വലുത്. പക്ഷെ -7ഉം -5ഉം കമ്പയർ ചെയ്താൽ -5 ആയിരിക്കും വലുത്. ഓക്കെ, സിമ്പലും ചേഞ്ച് ആകുമ്പോൾ വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ -5 ആയിരിക്കും. ഓക്കെ, ഇനി -5ഉം ഈ രണ്ട് ഇവിടെ -5ഉം -5 കമ്പയർ ചെയ്താൽ ഈക്വൽ ആണ്. ഇനി -5ഉം -4 കമ്പയർ ചെയ്താലോ? -4 ആണ്. അപ്പോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, അതായത് ലെസ് ദാനും വരുന്നുണ്ട് ഈക്വലും വരുന്നുണ്ട്. അപ്പൊ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആയിരിക്കും നമ്മുടെ. ഓക്കെ, അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ x² - 15x + 54 = 0. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 54 നിങ്ങൾക്ക് പല രീതിയിൽ ഫാക്ടറൈസ് ചെയ്യാം. 27 ഗുണം 2 എന്ന് എഴുതാം, 18 ഗുണം 3 എന്ന് എഴുതാം, 9 ഗുണം 6 എന്ന് എഴുതാം. ഓക്കെ, അവിടെ 9 ഗുണം 6 ആയിരിക്കും എടുക്കുന്നത്. കാര്യം എന്താ? 9ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴേ 15 നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി സിമ്പിൾ കൊടുക്കുക. മൈനസിന്റെ ഓപ്പോസിറ്റ് പ്ലസ്, മൈനസും പ്ലസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്, അതിന്റെ ഓപ്പോസിറ്റ് പ്ലസ്. ഓക്കെ, അടുത്തത് y² - 23y + 132 = 0. ഇവിടെ 132 വലിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? 132നെ ഇങ്ങനെ 2 വെച്ച് 2 6 12, വീണ്ടും 12 66. ഓക്കെ, ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് പോയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ ഒരു എളുപ്പത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാവരും പഠിച്ചു വെക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് 12 ഗുണം 11 132 അതേപോലെ 12ഉം 11ഉം കൂടെ കൂട്ടിയാൽ എത്രയും വരും? 23 വരും. അപ്പൊ 12ഉം 11ഉം ആണല്ലോ നമ്മുടെ ഫാക്ടേഴ്സ്. ഇനി മൈനസിന്റെ ഓപ്പോസിറ്റ് പ്ലസ്, മൈനസും പ്ലസ് കൂടെ മൾട്ടിപ്ലൈ മൈനസ് ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് പ്ലസ്. ഓക്കെ, ഇനി കമ്പയർ ചെയ്യാം. -9 ഇത് 2 വെച്ച് കമ്പയർ ചെയ്താലും ഇതാണ് വലുത്. +6നെ ഇത് 2 വെച്ച് കമ്പയർ ചെയ്താലും
12 11 തന്നെയാണ് എപ്പോഴും വലുത്. സോ എക്സ് ലെസ് ദാൻ ഓർ ലെസ് ദാൻ വൈ, എക്സ് ലെസ് ദാൻ വൈ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇതുവരെ ചെയ്ത രീതിയിൽ ചെയ്യരുത്. എന്താ ഇതുവരെ ചെയ്തുള്ള ക്വസ്റ്റ്യനിൽ നോക്കാം, ഇവിടെ എക്സ് സ്ക്വയറിനെ വൈ സ്ക്വയറിനെ കോഎഫിഷ്യൻസ് ഒക്കെ 1 ആണ്. അതായത് കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ കൂടെ ഉള്ള നമ്പർ. 1x സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ തന്നെയല്ലേ, 1y സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ തന്നെയല്ലേ. അപ്പൊ 1 ആയിരുന്നു. അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ നോക്കാം, അവിടെയും 1 ആയിരുന്നു. പക്ഷെ ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നോക്കാം, ഇവിടെ 1 അല്ല 6ഉം 15ഉം ഒക്കെ. അപ്പൊ ചെറിയൊരു മാറ്റമുണ്ട്. എന്താണ് ഞാൻ പറയാൻ ശ്രദ്ധിക്കുക. 6x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ 1നെ അല്ല ഫാക്ടറൈസ് ചെയ്യുന്നത്, 1ഉം 6ഉം ഈ രണ്ട് നമ്പറുടെ മൾട്ടിപ്ലൈ 6നെ ആയിരിക്കും ഫാക്ടറൈസ് ചെയ്യുന്നത്. 6നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ആ രണ്ട് നമ്പറുടെ ആഡ് ചെയ്താൽ 5 വരും. ഏതായിരിക്കും 3ഉം 2 അല്ലെ. 3ഉം 2യുടെ മൾട്ടിപ്ലൈ 6 വരും, ആഡ് ചെയ്താൽ 5 വരും. ഓക്കെ, ഇനി സിമ്പിൾ കൊടുക്കാം. പ്ലസിന്റെ ഓപ്പോസിറ്റ് മൈനസ്, പ്ലസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആയതിന്റെ അതിന്റെ ഓപ്പോസിറ്റ് മൈനസ്. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ അത് ലാസ്റ്റ് പറയാം. ഒന്ന്, ഇനി അടുത്തത് 15y സ്ക്വയർ പ്ലസ് 11y പ്ലസ് 2 ഇസിക്കൽ 0. ഇവിടെ നമ്മൾ 15 രണ്ടും കൂടെ ഗുണിക്കുന്നു, 30 എടുക്കുന്നു. 30ന്റെ ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 11 പറഞ്ഞെങ്കിൽ 6 5 ആണല്ലോ. 6 ഗുണം 5 30 ആണ്, 6 5 കൂടെ കൂട്ടിയ 11. ഓക്കെ, ഇനി സിമ്പിൾ കൊടുക്കുന്നു. പ്ലസിന്റെ ഓപ്പോസിറ്റ് മൈനസ്, പ്ലസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ഓപ്പോസിറ്റ് മൈനസ്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. മുമ്പ് ഞാൻ പറഞ്ഞു ഇതിന്റെ കോഎഫിഷ്യൻസ് വേറെ ആണല്ലോ. അപ്പൊ ഇതിന്റെ കറക്റ്റ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പേഴ്സ് അല്ല, ഇതേ ഡിവൈഡ് ബൈ 6, ഇതേ ഡിവൈഡ് ബൈ 6, അതാണ് ആൻസർ. ഇവിടെ ഇതേ ഡിവൈഡ് ബൈ 15, ഇതേ ഡിവൈഡ് ബൈ 15. നമുക്ക് മെയിൻസിലൊക്കെ കറക്റ്റ് റൂട്ട്സ് കണ്ടുപിടിക്കാൻ ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. പക്ഷെ നമുക്കിവിടെ കറക്റ്റ് റൂട്ട് കണ്ടുപിടിക്കാൻ എവിടെയും ചോദിച്ചിട്ടുണ്ട്, നമുക്ക് കമ്പയർ ചെയ്താൽ മാത്രം പോരെ. അപ്പൊ കമ്പയർ ചെയ്യാനുള്ള എളുപ്പവഴി എന്തുവാ? കമ്പയർ ചെയ്യാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോഎഫിഷ്യന്റിനെ മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുപോയി ഗുണിക്കുക, അതേപോലെ ഇവിടുത്തെ കോഎഫിഷ്യന്റിനെ മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുപോയി ഗുണിക്കുക, എന്നിട്ട് ആ നമ്പർ കമ്പയർ ചെയ്താൽ മതി. അതാണ് ഒരു എളുപ്പം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രാക്ഷണൽ നമ്പേഴ്സ് വരും, അത് ചിലപ്പോൾ കമ്പയർ ചെയ്യാൻ പാടായിരിക്കും. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫ്രാക്ഷണൽ നമ്പേഴ്സ് കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അതായത് ബൈ 6 ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ബൈ 15 കൊടുത്തിട്ടാലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. ഇവിടെ ഇപ്പം -45ഉം -30ഉം വരും. ഇവിടെ -36ഉം -30ഉം വരും. നമ്മൾ കമ്പയർ ചെയ്യാം. -45ഉം ഈ -36 -31 30ഉം കമ്പയർ ചെയ്താൽ ഇപ്പോഴും ഈ രണ്ട് നമ്പറും തന്നെ ആയിരിക്കും വരുന്നത്, ആണല്ലോ. ഇനി -30ഉം -30 അവിടെ കമ്പയർ ചെയ്താലോ, -30 ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സിമ്പൽ വന്നില്ലേ. എപ്പോഴാണോ കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സിമ്പൽ വരുന്നത്, അപ്പൊ നമുക്ക് കറക്റ്റ് ഒരു റിലേഷൻഷിപ്പ് ഇവർക്കിടയിൽ പറയാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, അതായത് നോ റിലേഷൻഷിപ്പ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്, എക്സ് ഇസിക്കൽ ടു വൈ ഓർ നോ റിലേഷൻ ക്യാൻ ബി എസ്റ്റാബ്ലിഷ് എന്നാണ്. അപ്പൊ എപ്പോഴാണോ ഓപ്പോസിറ്റ് സിമ്പൽ വരുന്നത് അന്നേരം ഇത് ആൻസർ മാർക്ക് ചെയ്തോണം, വെറുതെ ബാക്കിയോടെ ചെയ്ത് സമയം കളയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഇവിടെ കോഎഫിഷ്യൻസ് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് മുമ്പേ ചെയ്ത പോലെ ചെയ്യാം. 2x സ്ക്വയർ മൈനസ് 7x പ്ലസ് 3 ഇസിക്കൽ 0. ഇവിടെ ഇപ്പൊ എന്താ എടുക്കേണ്ടത്? 3ഉം 2 കൂടെ ഗുണിച്ച് 6നെയാണ് ഫാക്ടറൈസ് ചെയ്യേണ്ടത്. അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 7 വരണം. അപ്പൊ 6 ഒന്നും ആയിരിക്കുമല്ലോ, 6 ഒന്നും കൂടെ ഗുണിച്ചാൽ 6ഉം വരും, കൂട്ടുമ്പോൾ 7ഉം വരും. ഇനി സിമ്പിൾ കൊടുക്കാം. മൈനസിന്റെ ഓപ്പോസിറ്റ് പ്ലസ്, മൈനസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ് പ്ലസ്. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത 4y സ്ക്വയർ മൈനസ് 7y പ്ലസ് 3 ഇസിക്കൽ 0. ഇവിടെ 3 ആണോ? അല്ല, 3ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്ത് 12നെയാണ് ഫാക്ടറൈസ് ചെയ്യുന്നത്. 12നെ ഫാക്ടറൈസ് ചെയ്യുന്നു, ആഡ് ചെയ്യുമ്പോൾ 7 വരണമെങ്കിൽ 4ഉം 3 ആവും. അപ്പോൾ 4ഉം 3ഉം മൾട്ടിപ്ലൈ 12 വരും, ആഡ് ചെയ്യുമ്പോൾ 7 വരും. ഇനി സൈൻ കൊടുക്കാം. മൈനസിന്റെ ഓപ്പോസിറ്റ് പ്ലസ്, മൈനസും പ്ലസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ് പ്ലസ്. ഓക്കെ, കിട്ടി. ഞാൻ മുമ്പേ പറഞ്ഞ ഇതിന്റെ റിയൽ കറക്റ്റ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ 2ഉം ഇവിടെ ഇതിനെ ബൈ 4ഉം ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് റിയൽ റൂട്ട്സ് വേണ്ട, നമുക്ക് കമ്പയർ ചെയ്താൽ. അപ്പൊ അതിന്റെ എളുപ്പവഴി എന്താ? ഇവിടുത്തെ കോഎഫിഷ്യന്റിനെ ഇങ്ങോട്ട് മൊത്തത്തിൽ കൊണ്ട് ഗുണിക്കുന്നു, ഇവിടുത്തെ കോഎഫിഷ്യന്റിനെ അങ്ങോട്ട് മൊത്തത്തിൽ ഗുണിക്കുന്നു. 24 4, ഇവിടെ 8 6. ഓക്കെ, 24നെ ഇവർ രണ്ടുപേരും വെച്ച് കമ്പയർ ചെയ്താൽ ആരാണ് വലുത്? 24ആണ് വലുത്. 4 8 കൂടെ കമ്പയർ ചെയ്താലോ 8 ആണ് വലുത്. അപ്പൊ ഓപ്പോസിറ്റ് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ആൻസർ നോ റിലേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും ഒരിടത്ത് കോഎഫിഷ്യൻ ഉണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ ഒരിടത്ത് കോഎഫിഷ്യൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നത്, തെറ്റിക്കരുത്. അപ്പൊ 10x സ്ക്വയർ പ്ലസ് 13x മൈനസ് 14 ഇസിക്കൽ ടു 0. ഇവിടെ 14നെയാണോ ചെയ്യുന്നതല്ല, 140നെയാണ് ഫാക്ടറൈസ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ മൈനസ് സിമ്പിൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും നോക്കാം, ഇവിടെ ലാസ്റ്റ് എല്ലാം പ്ലസ് സിമ്പിൾ ആയിരുന്നു, എല്ലാം പ്ലസ് സിമ്പിൾ ആണ്. അതുകൊണ്ടാണ് ഫാക്ടേഴ്സ് എടുത്തിട്ട് ഫാക്ടേഴ്സ് 3ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 5 പറഞ്ഞാൽ നമ്മൾ എടുത്തത്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ മൈനസ് സിമ്പിൾ ആണ്. മൈനസ് സിമ്പിൾ എപ്പോഴാണോ വരുന്നത്, അങ്ങനെയാണെങ്കിൽ ഫാക്ടേഴ്സ് തമ്മിൽ കുറയ്ക്കുമ്പോഴായിരിക്കും നമ്മൾ 13 കിട്ടേണ്ടത്. ഇവിടെ നമുക്ക് 10ഉം 14ഉം
140 ആണ്. 140ന്റെ ഫാക്ടറൈസ് 14 10 എടുക്കാം, അല്ലെങ്കിൽ 20 7, അങ്ങനെ പല രീതിയിൽ നമുക്ക് എടുക്കും. 20 7 എടുക്കുമ്പോഴല്ലേ ഗുണിച്ചാൽ 140 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 13 കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സിമ്പിൾ എടുക്കാം. പ്ലസിന്റെ ഓപ്പോസിറ്റ് മൈനസ്, പ്ലസ് മൈനസോടെ മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് പ്ലസ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ എഴുതാം. y² പ്ലസ് 5y പ്ലസ് 6 0. ഇവിടെ കോഎഫിഷ്യന്റ് ഇല്ലല്ലോ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇതിനകത്ത് തന്നെ എടുത്താൽ പോരെ. 3ഉം 2ഉം മൾട്ടിപ്ലൈ 6ഉം വരും, ആഡ് ചെയ്യുമ്പോൾ 5ഉം വരുന്നുണ്ട്. സിമ്പിൾ എടുത്താൽ പ്ലസിന്റെ ഓപ്പോസിറ്റ് മൈനസ്, ഇവിടെ പ്ലസ് പ്ലസ്, പ്ലസിന്റെ ഓപ്പോസിറ്റ് മൈനസ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ 10 കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കണം, അല്ലെങ്കിൽ തെറ്റും. സോ -30 -20. ഇനി കമ്പയർ ചെയ്തേ, -20 -30 കൂടെ കമ്പയർ ചെയ്താൽ ആരാ വലുത്? ഇയാളാണ് വലുത്. ഇത് ഇതുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആണ്. ഇനി 7 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ. പോസിറ്റീവ് നമ്പർ എപ്പോഴും വേറെ നെഗറ്റീവ് നമ്പറുമായിട്ട് കമ്പയർ ചെയ്തായിരിക്കും വരിക. അപ്പൊ എപ്പോഴും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y ഒന്ന്. അതാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മളിപ്പോ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതൊക്കെ. ഇനി സൈൻ ഇടാൻ ഞാൻ എളുപ്പവഴി പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അപ്പം പ്ലസ് ആണ് സിമ്പലുകളെങ്കിൽ റൂട്ട്സിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ പ്ലസിന്റെ ഓപ്പോസിറ്റ് മൈനസ്, പ്ലസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിൽ കിട്ടുന്ന പ്ലസ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ് മൈനസ്. അപ്പൊ മൈനസ് മൈനസ് ആയിരിക്കും റൂട്ട്സ്. ഇനി പ്ലസ് മൈനസ് വന്നു കഴിഞ്ഞാൽ പ്ലസിന്റെ ഓപ്പോസിറ്റ് മൈനസ്, പ്ലസും മൈനസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് പ്ലസ്. ഇനി മൈനസും പ്ലസും ആണെങ്കിൽ മൈനസിന്റെ ഓപ്പോസിറ്റ് പ്ലസ്, മൈനസും പ്ലസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് പ്ലസ്. ഇനി മൈനസും മൈനസും ആണെങ്കിൽ മൈനസിന്റെ ഓപ്പോസിറ്റ് പ്ലസ്, മൈനസും മൈനസും കൂടെ മൾട്ടിപ്ലൈ പ്ലസ് ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് മൈനസ്. ഓക്കെ, അപ്പൊ ഇതായിരിക്കും റൂട്ട്സിന്റെ സിമ്പിളുകളാണ്. വേണം കാണാൻ പഠിച്ചു വെക്കുക. പ്ലസ് പ്ലസ് വന്നാൽ മൈനസ് മൈനസ് കാണാൻ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിന്നെ ഒന്നും ആലോചിക്കേണ്ട, ഡയറക്റ്റ് അങ്ങ് ചെയ്തു. ഓക്കെ, അപ്പോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന്റെ RBI അസിസ്റ്റന്റ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ദെൻ ബൈ.